ഞാനോ? ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ. അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലാ നീ വിശ്വസിക്കുന്നത്? നോക്ക്, ഇപ്പൊ വിശ്വാസമായോ? ഇവരുടെ ഒരു കാര്യം നമുക്ക് അടുത്ത് തന്നെ ഒന്ന് കാണണം കേട്ടോ. നിന്റെ സൗകര്യം എപ്പോഴാന്ന് പറഞ്ഞാ മതി. ഓക്കേ, ബൈ ഡി. ബസ് വരാറായി. ഇവിടെ വന്നാലല്ലേടാ 10 പെമ്പിള്ളേരെ കാണാൻ പറ്റൂ. എടാ, ഞാൻ ഇന്നലെ തന്ന സന്ധ്യയുടെ നമ്പറിൽ നീ വിളിച്ചായിരുന്നോ? വിളിച്ചു, പക്ഷെ അത് നമുക്ക് തെറ്റാവില്ലടാ. നല്ലത് കിട്ടിക്കാണും. ഓ, ചെറുതായിട്ട് കിട്ടിയല്ലേ? പേരെന്താ? എന്താ പേരില്ലേ? ഓ, തൽപര കക്ഷിയല്ല. അത് നമ്മുടെ മരിച്ചുപോയ സുനിച്ചേട്ടന്റെ വൈഫല്ലേ? ഓ, എന്നാ ഫിഗറാ. അമ്മ മാത്രമല്ല, മക്കളും സൂപ്പറാ. ആ കള്ള വല്ല പണിക്കോ പോകുന്നുണ്ടോടാ? ഓ, അവര് കുടുംബശ്രീയും തൊഴിലുറപ്പുമായിട്ടൊക്കെ എങ്ങനെ നടക്കുന്നു. സുനിച്ചേട്ടൻ മരിച്ചെങ്കിലും അന്തസ്സായിട്ടാ അവർ ആ കൊച്ചിനെ വളർത്തുന്നത്. അത് ശരിയാ, പഠിക്കാനും മിടിക്കുക. മോളവിടെ നിന്നോ, അമ്മ ആ കടയിൽ അച്ചാറ് കൊടുത്തിട്ട് വരാം. എന്താ മോളെ? അമ്മേ, ദേ ഇവര്. എന്താ കുഞ്ഞുങ്ങളെ വഴിയിറക്കാൻ സമ്മതിക്കില്ലേ? അടങ്ങ്, അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇല്ലേ, സംഭവിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ലേ? ആ, പോ വിളിച്ചോണ്ട് പോ. അല്ലെങ്കിൽ എന്താ വെച്ചു നീട്ടുന്ന സ്ഥാനമാനങ്ങൾ കൈപിടിച്ചുയർത്താനാണെന്ന് വീമ്പ് പറയുന്നത് മതിയായെങ്കിൽ അറിഞ്ഞോളൂ, പുതിയ കാലത്തെ സ്ത്രീ രൂപപ്പെട്ടു കഴിഞ്ഞു. എന്താ മോളെ കാണിക്കുന്നത്? അച്ഛൻ എഴുതുന്ന കണ്ടില്ലേ? അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ, എന്തിനാ മോൾ പിണങ്ങുന്നേ? നോക്കിക്കേ, ചിരിച്ചേ. അച്ഛന് കൊള്ളാം, മോളും കൊള്ളാം. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് ഭാവം. എടി, എനിക്കിപ്പോഴും അവൾ ചെറിയ കുട്ടി തന്നെയാ. എന്ന് വെച്ച് നിന്നോട് അങ്ങനാണോ? പോയേട്ടാ. ഹരിസാറേ. ആ, നിങ്ങളാ? വരൂ. എന്താ പ്രത്യേകിച്ച്? കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സാർ സഹായിച്ചതുപോലെ ഇപ്രാവശ്യവും സാറിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോളൂ. സാറിനെ പോലെ നല്ല മനുഷ്യനാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇത്തരം മനുഷ്യരാണ് ഇന്ന് സമൂഹത്തിൽ കാണാത്തതും. ഓ, അങ്ങനെയൊന്നുമില്ല. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ, രണ്ടുപേരെ കൂടി കാണാനുണ്ട്. ആ, ശരി. ഗീതു. ആ, ഗൗരിയോ? കേരള. ഗീതു ഇല്ലേ സാർ? ഉണ്ട്, അകത്തോട്ട് ചെല്ലേ.
അതിന്റെ ഫീസ് അടച്ചായിരുന്നോ? ഇല്ല സാർ, കുറച്ചുകൂടി വേണം. അമ്മ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഇതിരിക്കട്ടെ. സാർ ഇരിക്കട്ടെ, അത് വെച്ചോ, ഇരിക്കട്ടെ. സാർ സാർ ദൈവമാ, ഒരിക്കലും മറക്കില്ല സാർ ഞാൻ. ചേച്ചി നേരത്തെ എത്തിയോ? നീയും നേരത്തെ ആണല്ലോ. ഞാനിന്ന് നേരത്തെ ഇറങ്ങി, എന്നാലേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. എടി, ഇന്നെങ്ങാനും ഇവിടുത്തെ പണി തീരുവോ? എനിക്കറിയില്ല ചേച്ചി, ഇങ്ങനെ കിടക്കുവല്ലേ അതിര്. കോരി വെക്കും വീഴും, വെക്കും വീഴും. അവളുമാരും നമ്മളെ പോലെ ജോലി ചെയ്താലല്ലേ തീർക്കാൻ പറ്റൂ. അത് ശരി തന്നെ. രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും കൂടി പരദൂഷണം? എന്റെ പളനിയിലമ്മച്ചി, ഞാൻ പരദൂഷണം പറയുന്നത് മാറ്റി കേട്ടിട്ടുണ്ടാ? ഇച്ചിപ്പോന്നൊരു വാക്ക് എന്റെ വായി എന്ന് വീണിട്ടില്ല. വാ ജോലി തുടങ്ങാം. ചേച്ചി, നിങ്ങള് ലക്ഷ്മിയുടെ കാര്യം അറിഞ്ഞ? നമ്മുടെ ലക്ഷ്മിയോ? ഓ, അവള് തന്നെ. എന്താ കാര്യം? ലക്ഷ്മി തമ്പുരാട്ടിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഇന്നലെ കവലേലി. പ്രസംഗമോ? ഒന്ന് തെളിച്ചു പറയടി. അത് 2 കൊച്ചു ആൺപിള്ളേര് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അവള് കിടന്നങ്ങ് ആടി തിമിർത്തില്ലേ. അവൾക്ക് പിന്നെ ആവാലോ, വീട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളൊന്നും ഇല്ലല്ലോ. ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ലക്ഷ്മി എന്താണെന്നും എങ്ങനെയുള്ളവളാണെന്നും നമുക്കറിയാം. ആദ്യം പരദൂഷണം പറയുന്നത് നിർത്ത്. ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളും സമൂഹത്തിൽ മാന്യമായി തന്നെയാണ് ജീവിക്കുന്നത്. പോയി നിങ്ങളുടെ പണി നോക്ക്. വാ ചേച്ചി, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ചേച്ചി ഇങ്ങ് വന്നേ, അവളുമാര് അതൊക്കെ പറയും. എനിക്കറിയാം. അവരിപ്പോ ജീവിച്ചിരുന്നെങ്കിലേ അവൾ ഇങ്ങനെ അഴിഞ്ഞഴി നടക്കുമായിരുന്നു. അവളെ വരച്ച വരയി നിർത്തിയനെ. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ എന്റെ മകൾക്ക് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ നോവിക്കുന്നത്? നമുക്കും ജീവിക്കണ്ടേ? ഒന്ന് വെറുതെ വിടണം പ്ലീസ്. അമ്മ, ടാലന്റ് എക്സാമിന് സ്റ്റേറ്റ് ലെവൽ വിന്നർ ഞാനാ. അമ്മ എന്തിനാ കരയുന്നേ? എന്ത് കേട്ടാലും അങ്ങ് കരയാൻ നിക്കുവാ. മോള് പഠിച്ചു വലുതായി, കാര്യങ്ങളൊക്കെ ഇനി അവള് നോക്കിക്കോളും. അമ്മേ, എനിക്ക് ട്യൂഷൻ ഉണ്ട്, ഞാൻ പോട്ടെ. അത് നമ്മുടെ ക്ലബിലെ ഷിബുവാ. ഇന്നലെ വന്നില്ലേ? ശരി ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ വിളിച്ചോളാം. ഇത്രയും മോശ സ്വഭാവമായിരുന്നു ഹരിയേട്ടന്. ഈ അഗ്ലി മെസ്സേജ് ഒക്കെ അയച്ച് ഏതോ ഒരു പെണ്ണുമായി. ഹരിയേട്ടാ, എന്താടി, ഞാൻ വിളിക്കാന്ന് പറഞ്ഞല്ലോ. എന്താ ഇത്? എന്റെ ഫോൺ അവിടെ വെക്കാനല്ലേ പറഞ്ഞത്? എന്തിനാ എന്റെ ഫോൺ എടുക്കുന്നേ? മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടരുത്. പേഴ്സണൽ കാര്യമല്ലേ? ഈ നാട്ടിൽ നിങ്ങൾ മാന്യനല്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ലേ? അതെ, നാട്ടിലെ മാന്യനാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനുമാണ്. പക്ഷേ ഈ ഹരിയാണെന്ന് നിനക്ക് പറയില്ല, ആർക്കും അറിയില്ല. അത് ഇതുവരെ ഇന്നറിയും നിങ്ങളുടെ സ്വഭാവം ഈ നാട്ടിലുള്ളവർ. അതിന് നീ ഉണ്ടായിട്ട് വേണ്ടേ? കേറി പോടി അകത്ത്. അകത്തേക്കല്ല, പുറത്തേക്ക് പോ മോളെ. നിന്നോട് കേറി പോകാനാ പറഞ്ഞത്. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്കില്ല.
ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുപോകരുത്. ഗീതു, ഗീതു, ഗീതു ഇല്ലേ സാർ? ഇരിക്കും. ഗീതു എവിടെ സാർ? ഇരിക്കും. ഇന്നിവിടെ നമ്മൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ വരാം സാർ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ? അല്ല സാർ, ഞാൻ പോയിട്ട് നാളെ വരാം. നീ പഠിക്കാനല്ലേ വന്നത്? അകത്ത് പോ. അല്ല സാർ, ഞാൻ പോയിട്ട് നാളെ വരാം. നിന്നോട് അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? സാർ ഞാൻ ഗീതു വന്നിട്ട് വരാം സാർ. അകത്തേക്ക് പോ. ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി. കരിമ്പേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ. കനിവുള്ള കർക്കിട കരിമഴയ്ക്കൊപ്പമായി അരയാൻ ജനിച്ചതോ പെൺമൊട്ടുകൾ. സൂര്യകാന്തിപ്പൂവു ഞാനിന്നും എന്റെ ഈ സൂര്യവെള്ളിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന അച്ഛൻ എപ്പോഴും പറയാറില്ലേ വലിയ ആളാകണമെന്ന്. ഇനി ഞാൻ വലിയ ആളാവില്ല അച്ഛാ. എനിക്ക് അറിയില്ല അച്ഛാ എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ആരോടും പറയാൻ പോലും പറ്റുന്നില്ല അച്ഛാ. ആരോടും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി എന്റെ ഉള്ളു പൊട്ടി തെറിച്ചു പോവില്ല അച്ഛാ. അച്ഛാ, ഇതെനിക്കൊരു ആശ്വാസമാണ് അച്ഛാ. അച്ഛന്റെ സ്പർശം ഇതിലൂടെ അറിയുന്നുണ്ട് അച്ഛാ. ഒന്നുമില്ല അമ്മ, ഒന്നുമില്ല. ഒന്നുമില്ലേ? നീ കാര്യം പറ. എന്താ? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? ഞാനൊരു പെണ്ണാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നീ കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യും. പറയില്ലേ? നീ പറയില്ലേ? ശരി. അമ്മ,
വെല്ലുകയോ. പ്രതിസന്ധികൾ തരണം ചെയ്ത് ഞാൻ ഈ വേദിയിൽ നിൽക്കണമെങ്കിൽ അതിനു പിന്നിൽ ഒരു ശക്തയായ സ്ത്രീയുണ്ട്. അവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതാണ് എൻ്റെ അമ്മ. അമ്മ, ഒറ്റപ്പെട്ടുപോയ എന്റെ അമ്മ ജീവിതം തിരിച്ചു പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്നില്ലേ? അപമാനിച്ചും അധിക്ഷേപിച്ചും മാറ്റി നിർത്തിയ ഞാൻ മറ്റുള്ളവരാൽ ബഹുമാനിക്കുന്നവളായില്ലേ? ഇതൊരു പാഠമാണ്, ഓരോ സ്ത്രീയും അറിയേണ്ട പാഠം. വിദ്യാഭ്യാസവും നിരന്തര പരിശ്രമവും ഏതൊരു പെണ്ണിനെയും സ്വയം പര്യാപ്തയാക്കും. പരാശ്രയമില്ലാതെ ജീവിതം പടുത്തുയർത്തി അഭിമാനത്തോടെ നിൽക്കണം പെണ്ണ്. അവളുടെ കരുത്തിൽ പുതിയ ഗാഥകൾ രചിക്കും ഈ നാട്. പുതിയ കാലത്ത് പുത്തനുണർവുമായി മുന്നിലുണ്ട് സ്ത്രീ.